ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റിയായ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ വൈകുന്നേരം ചായക്കടിയായിട്ട് ഈ ഒരു ഐറ്റം മാത്രം മതിയാവും നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടേ ഇല്ല. ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിച്ച ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്പം വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അടച്ചെടുത്ത സമയത്ത് ചെറുതായിട്ട് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അടച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അടച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ പീസുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് വേണം അടച്ചെടുക്കാൻ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായി ഞാൻ സോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് പിസ്സ സോസാണ് വേണ്ടത്. അപ്പോൾ ഞാനതൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ സാധാരണ സോസിൽ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒറിഗാനോ, കൂടെ തന്നെ ചില്ലി ഫ്ലെക്സും പിന്നെ പഞ്ചസാരയും അതുപോലെ തന്നെ ഉപ്പ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണിത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഇതേപോലത്തെ സോസ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിനായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എല്ലില്ലാതെ ചിക്കന് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്ത് വന്ന ചിക്കനെ ഞാൻ ചെറുതാക്കിയിട്ട് പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു ചിക്കനിലേക്ക് ഞാൻ 1 സ്പൂണ് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കമാണ് വേണ്ടത്. അപ്പോൾ അധികമൊന്നും വേണ്ട, ഒരു ചെറിയൊരു പീസ് മതി. അതിനെ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് വേണ്ടത്. അതും തക്കാളിയും അതുപോലെ തന്നെ കൂടുതലൊന്നും വേണ്ട, ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ സവാളയും അങ്ങനെ തന്നെ കുറച്ചായിട്ട് മതിയാവും. ചെറിയ പീസുകളായിട്ട് ഞാൻ അരമുറി സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഞാനൊരു വേറൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്രെഡ് ക്രംസും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 ബ്രെഡ് എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി നേരത്തെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതുപോലെ എടുത്തിട്ട് കൈപ്പള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് നന്നായിട്ട് വെള്ളം ഊറ്റിയെടുക്കാണ്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തത് കൊണ്ടാണ് ഇത്ര ലൂസായിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ കൈപ്പള്ളയിൽ പരത്തിയതിന് ശേഷം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല, ചിക്കൻ്റെ മസാല ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഉരുട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെയൊക്കെ ഷേപ്പിലാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ് പോലെ തോന്നും, പക്ഷേ എങ്കിൽ കഴിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച മസാലയും അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച മൊസറല്ല ചീസൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി മുട്ടയുടെ മിക്സിലേക്കൊന്ന് മുക്കി കൊടുത്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഞാൻ ബാക്കിയുള്ള മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഓയിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റൗവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ പാനിൽ എത്രത്തോളം കൊള്ളുമോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ അടിഭാഗം ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനിടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ എപ്പോഴാണ് കഴിക്കാൻ നോക്കുന്നത് ആ സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇതിനുള്ളിൽ മൊസറല്ല ചീസൊക്കെ ഇട്ടതുകൊണ്ട് ചൂടോടെ കഴിക്കുമ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയതൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള അടുത്ത ഉണ്ടാക്കി വെച്ചതും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോഴേക്കും ചായക്കടിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മസാല വേറെ തന്നെ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.